എന്റെ പപ്പ ആ നാട്ടിൽ വന്ന് താമസിച്ച ആളായിരുന്നു. അതുപോലെ അറിയപ്പെടുന്ന ഒരു കല്ലാശാരിയും. അതുകൊണ്ട് പുള്ളി അയൽക്കാരുടെ അളിയനായി, നാട്ടുകാരുടെ പണിക്കനായി. ആഴ്ച അവസാനം പണി കഴിഞ്ഞ് അടിച്ച് പൂസായി വാതിൽപ്പടിയിൽ ഇരുന്ന് പപ്പ വീമ്പ് പറയും, പെണ്ണുങ്ങൾ കാശ് കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ അരി മേടിക്കണ്ട. പക്ഷേ പപ്പ പണിക്ക് പോയാലുടൻ അമ്മ മലയുടെ താഴെയുള്ള കണ്ടത്തിലേക്ക് ഓടും. കുഞ്ഞായിരുന്ന എന്നെ പാടവരമ്പത്ത് തോർത്ത് വിരിച്ച് കിടത്തിയിട്ട് കയ്യിലൊരു ശർക്കര കഷ്ണം തന്നിട്ട് അമ്മ കൊയ്യാനിറങ്ങും. അന്ന് തുണിയും കോടാനുമില്ലാതെ മലർന്നു കിടന്ന എൻ്റെ മണിയിൽ ഉറുമ്പ് കടിച്ചിട്ട് വലിയവായിൽ കാറിയപ്പോൾ അമ്മ കരുതി ശർക്കര തീർന്നിട്ടാണെന്ന്. വീടിന് ചുറ്റും പാറയായിരുന്നിട്ടും പപ്പയും അമ്മയും കൂടി പറമ്പിലെല്ലാം കൃഷി ചെയ്ത് ആ കുന്നിൻപുറത്തെ മണ്ണ് പൊന്നാക്കി മാറ്റി. അതുകൊണ്ട് ആഗോള സമ്പദ്ഘടന തകർന്നപ്പോഴും എൻ്റെ വീട്ടിൽ അത്രയ്ക്ക് പട്ടിണി ഉണ്ടായിട്ടില്ല. BPL റേഷൻ കാർഡ് ആയതുകൊണ്ട് അരിയും പഞ്ചാരയും മണ്ണെണ്ണയും മേടിക്കാൻ ഞാനും ചേട്ടനും റേഷൻ കടയിൽ പോയി തിരിച്ചു വരുന്ന വഴി കയ്യിലിരുന്ന കൂട് വട്ടം കറക്കിയപ്പോൾ പൊട്ടി പഞ്ചാര പകുതിയും മണ്ണിപ്പോയി. വീട്ടിലെത്തിയപ്പോൾ റേഷൻ കടക്കാരൻ അത്രേ പഞ്ചാര തന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാനും തടി തപ്പി. നാട്ടിലെ അറിയപ്പെടുന്ന ടെററായ പപ്പ പഞ്ചാര തരാത്തതിന് റേഷൻ കടയിൽ ചെന്ന് ശശിചേട്ടനെ വിറപ്പിച്ചപ്പോൾ ജീവനിൽ കൊതിയുള്ള ശശിചേട്ടൻ സ്വന്തം വിഹിതത്തിൽ നിന്ന് 1/2 കിലോ പഞ്ചാര വെറുതെ കൊടുത്തു വിട്ടു. പപ്പ ഭയങ്കരനായതുകൊണ്ട് ഇറച്ചി വെട്ടുകാരനും ചായക്കടക്കാരനും പലചരക്ക് കടക്കാരനും ഒക്കെ കാശ് മേടിക്കാതെ തന്നെ ഞങ്ങൾക്ക് സാധനങ്ങൾ തന്നിരുന്നു. ദിവാകരനാശാരിയുടെ മക്കളെ നോക്കി പഠിപ്പിക്കാൻ പോലും അന്നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് സാരം. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.